ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേയ്, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് only from ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ? കോഴ്സ് ഇപ്പൊ തുടങ്ങും. +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hi everyone, welcome to Lakshya School Plus. This is Miroshna, your economics faculty. നമുക്ക് ഇന്ന് സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഫസ്റ്റ് ടേമിൽ വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 3 ചാപ്റ്ററിൻ്റെ റിവിഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് കവർ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ്ലി പറയുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓരോ ചാപ്റ്ററിന് ഏത് ഏരിയാസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പഠിക്കണം എന്നുള്ളത്. എല്ലാവരും ജോയിൻ ചെയ്തില്ല ലൈവിലേക്ക്? പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ടാബ് കാണിക്കും, കമ്മ്യൂണിറ്റിയുടെ ഒരു ലിങ്ക് കാണിക്കും. നിങ്ങൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട്സ് ഒക്കെ അതിൽ ഷെയർ ചെയ്തിട്ടും അതേപോലെ നിങ്ങൾ ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻസ്, ഏതൊക്കെ സബ്ജക്ട്സ് എത്ര മണിക്കാണ് ലൈവ് പോകുന്നത്, എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നുണ്ട് അതിനകത്ത്. അതുപോലെ നിങ്ങളുടെ നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഒരുപാട് കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. അപ്പം എന്താ, ആ ലിങ്കിലേക്കും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം ഈ ലൈവിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം ഫസ്റ്റ് ടേമിൽ 3 ചാപ്റ്റേഴ്സിലെ വരുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആ ഏരിയ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് കോൺസെപ്റ്റാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കോൺസെപ്റ്റിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ആ കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാമെന്നാണ്. അല്ലാതെ ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി കിട്ടണമെന്നില്ല. കിട്ടിയ ഭാഗ്യം, ചില സമയത്ത് റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. പക്ഷേ ആ കോൺസെപ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺസെപ്റ്റും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിന് 2 വെയിറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. എന്നാലും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 1 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ദ ഇക്കണോമിക് ടേംസ്, അലോക്കേഷൻ ഓഫ് സ്കാർസ് റിസോഴ്സസിൻ്റെ അലോക്കേഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്കാസിറ്റിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, അതേസമയം അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിന് നമ്മൾ ഇക്കണോമിക്സിൽ ഒരു പേര് പറഞ്ഞായിരുന്നു, ഒരു പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? എന്തായിരുന്നു അത്? പ്രോബ്ലം ഓഫ് ചോയ്സ് അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി. 2 പറഞ്ഞു കഴിഞ്ഞാലും ആൻസർ കറക്റ്റ് ആണ്. അപ്പം നമ്മൾ ഏരിയ ഏതാണ് നോക്കേണ്ടത്? സെൻട്രൽ പ്രോബ്ലത്തിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC കർവിൻ്റെ ഷേപ്പാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. PPC കർവ് ഓർമ്മയുണ്ടോ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഓർമ്മയുണ്ടായിരിക്കലും ഈ രീതിയിലാണ് വരുന്നത്. 2 ഇൻപുട്സ് വെച്ചിട്ട് മാക്സിമം നമുക്ക് ഉണ്ടാകുന്ന ഔട്ട്പുട്ട്സിൻ്റെ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ നമ്മൾ എന്താ പറയുക? കോൺകേവ് ടു ദ ഒറിജിൻ അല്ലേ? അപ്പോൾ PPC കർവിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹൗ ഡസ് മാർക്കറ്റ് ഇക്കോണമി സോൾവ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം? നമ്മൾ സെൻട്രൽ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു അല്ലേ? സ്കാസിറ്റിയാണ് നമ്മൾ സെൻട്രൽ പ്രോബ്ലം. അപ്പോൾ ഈ സെൻട്രൽ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം. ഇക്കണോമിക്സിൽ സോൾവ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ഇക്കോണമീസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ് ടേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇക്കോണമീസ്? ആദ്യം നമുക്ക് ഇക്കോണമീസ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അല്ലേ? സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമി. പിന്നെ വരുന്നത് മാർക്കറ്റ് ഇക്കോണമിയാണ്. മാർക്കറ്റ് ഇക്കോണമി വേറൊരു പേരും കൂടെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. പിന്നെ വരുന്ന മിക്സ്ഡ് ഇക്കോണമിയാണ്. സെൻട്രലി പ്ലാൻഡ് എല്ലാത്തിനും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളിവിടെ പഠിക്കുന്ന ഇവിടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എ സൊസൈറ്റി അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി എങ്ങനെ സോൾവ് ചെയ്യുന്നു. ഇപ്പോൾ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിലാണ് ഗവൺമെൻറ് ആണ് എല്ലാ ഡെസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കും ഏതൊക്കെ ഇൻപുട്സ് എവിടെയൊക്കെ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഡെസിഷൻസ് ഗവൺമെൻറ് എടുക്കും. മാർക്കറ്റ് ഇക്കോണമിയിലാണ് ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ആർക്കാ മനസ്സിലാവാം? അവിടെ കിടക്കുന്ന ഡിമാൻഡ് സപ്ലൈ എങ്ങനെയാണ് പോകുന്നത് നോക്കി നമുക്ക് തീരുമാനിക്കാം അല്ലേ? അപ്പോൾ ഡിമാൻഡ് സപ്ലൈ ഇത് രണ്ടും വെച്ചിട്ടാണ് എന്തിനൊക്കെയാണ് ഡിമാൻഡ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ സപ്ലൈ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതിന് നമ്മൾ വേറൊരു പേരും കൂടി പറയും, പ്രൈസ് മെക്കാനിസം എന്ന് പറയും. എന്നുവെച്ചാൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കും. പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിന് ഡിമാൻഡ് കൂടുതലാണ്, അപ്പോൾ ആൾക്കാർ കൂടുതൽ അത് സപ്ലൈ ചെയ്യാൻ നോക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് ഇൻഫർമേഷൻ നമ്മൾ പ്രൊഡ്യൂസറിലേക്ക് എത്തുന്നത് പ്രൈസ് ത്രൂ ആണ്. അപ്പോൾ ഇതിനെ പ്രൈസ് മെക്കാനിസം ത്രൂ എന്ത് ചെയ്യും? പ്രോബ്ലം സോൾവ് ആവും. മിക്സ്ഡിലാണെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് മിക്സ്ഡ് ഇക്കോണമി. ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്,
അതേപോലെ തന്നെ പ്രൈസ് ഫാക്ടറും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് മാർക്കറ്റ് ഇക്കോണമിയിൽ എങ്ങനെ സോൾവ് ആവുന്നതാണ്. മാർക്കറ്റ് ഇക്കോണമിയിൽ എങ്ങനെ നമ്മളിപ്പം പഠിച്ചല്ലോ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം. അതിന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നാണ് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ വന്നിരിക്കുന്നത്. നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് എഴുതണം. നെക്സ്റ്റ് 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. എന്താ 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്? മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ് അല്ലേ. മൈക്രോ ഇക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിൻ്റെ സ്റ്റഡിയാണ്. ഇതാണെങ്കിൽ ആഗ്രിഗേറ്റിൻ്റെ സ്റ്റഡിയാണ്. എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഇക്കോണമി ആസ് എ ഹോൾ. ഇക്കോണമി കംപ്ലീറ്റ്ലി സ്റ്റഡി ചെയ്യുമ്പോൾ മാക്രോ എന്ന് പറയും. അതിലൊരു യൂണിറ്റിനെ എടുത്ത് സ്റ്റഡി ചെയ്യുമ്പോൾ അതിലൊരു ഇൻഡിവിജ്വലിനെ, ഒരു ഫേമിനെ പറ്റിയോ നമ്മൾ സ്റ്റഡി ചെയ്യണം. അല്ലെങ്കിൽ അവിടെയുള്ള മുഴുവൻ പ്രൊഡക്ഷനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പം അത് മാക്രോ ആണ്. ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ എന്താ മൈക്രോ ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഇക്കോണമി ഗ്രോ 9.25. അപ്പം ആരെ പറ്റി പറയുന്നത്? ഇന്ത്യൻ ഇക്കോണമിയെ പറ്റി. ഇന്ത്യൻ ഇക്കോണമി എന്താണ്? മാക്രോ അല്ലേ. അപ്പം മാക്രോ ഇക്കണോമിക്സ്. നെക്സ്റ്റ്, അൺഎക്സ്പെക്റ്റഡ് ലോറി സ്ട്രൈക്ക് കോസ്റ്റ് പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ടു റൈസ്. വെജിറ്റബിളിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, മൊത്തം പ്രൈസ് ലെവലിനെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് എന്തായിട്ട് എടുക്കാം? മൈക്രോ ഇക്കണോമിക്സ് ആയിട്ട് എടുക്കാം. നെക്സ്റ്റ്, റീസെൻ്റ്ലി ആർ ബി ഐ ആണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ. ഒരു ഫേമിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണോ അത്? ഒരു ഇൻഡിവിജ്വലിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണോ? അല്ല അല്ലെ. ഒരുപാട് സൊസൈറ്റിയിലെ ഒരുപാട് ആസ്പെക്ട്സിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. സോ നമുക്ക് എന്ത് പറയാം? മാക്രോ ഇക്കണോമിക്സ്. ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റിൽ പറയണേ. നെക്സ്റ്റ്, മദ്രാസ് സിമെന്റ് ലിമിറ്റഡ് ഒരു ഫേമിൻ്റെ കാര്യമാണ് പറയുന്നത്. ദേ ആർ പ്ലാനിങ് ടു ആഡ് 40 lakhs ton ടു ഇറ്റ്സ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അവരവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. ആരെ ഇൻക്രീസ് ചെയ്യുന്നത്? ഇക്കോണമിയാണോ? അല്ല, ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. സോ ഇറ്റ് ഈസ് എ എക്സാമ്പിൾ ഓഫ് മൈക്രോ ഇക്കണോമിക്സ്. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സ് എന്താണ്, മാക്രോ ഇക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. അതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ്, നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആൻഡ് മാർക്കറ്റ് ഇക്കോണമി. എന്താ ഡിഫറൻസ്? സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ ആരാണ് ഗവൺമെൻറ് ഡിസിഷൻസ് എടുക്കുന്നത്? ഗവൺമെൻറ് ഓർ സെൻട്രൽ അതോറിറ്റി ആണ് ഡിസിഷൻസ് എടുക്കുന്നത്. മാർക്കറ്റ് ഇക്കോണമിയിലാണെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻ്റെ ബേസിലാണ് നമ്മൾ ഡിസിഷൻസ് വരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് പിന്നെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കണം. അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ അതിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. സ്റ്റഡി ഓഫ് ആഗ്രിഗേറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. അപ്പോൾ ആഗ്രിഗേറ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. എന്തായിരുന്നു ആഗ്രിഗേറ്റിന് പറഞ്ഞ പേര്? മാക്രോ എക്കണോമിക്സ്. ഇൻഡിവിജ്വലിന് പറഞ്ഞ പേര് മൈക്രോ എക്കണോമിക്സ്. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് ആണ്. അതിന് എക്സാമ്പിൾസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൻ്റെ സ്റ്റഡിയാണ്. മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ആഗ്രിഗേറ്റ് അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് ഹെൽപ്ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ദ വർക്കിംഗ് ഓഫ് മാക്രോ എക്കണോമി. മാക്രോ എക്കണോമി എന്ന് പറഞ്ഞാൽ ഇക്കോണമി ആസ് എ ഹോൾ, അതിൻ്റെ സ്റ്റഡിയാണ്. എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് നമുക്ക് ഇൻഡിവിജ്വൽ ഇൻകം, പ്രൈസ് ഓഫ് എൻ ആപ്പിൾ, ഇതൊക്കെ നമുക്ക് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഒക്കെ മൈക്രോയിൽ പറയാം. മാക്രോയിലാണെങ്കിൽ ഇൻഫ്ലേഷൻ, നാഷണൽ ഇൻകം, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? നമുക്ക് GDP, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും പറയാം, മാക്രോ എക്കണോമിക്സിൽ പറയാം. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റൈറ്റ് ദ ടേംസ് യൂസ്ഡ് ഇൻ ഇക്കണോമിക്സ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് ഇക്കണോമിക്സിൽ എന്ത് പറയും? അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കർവ് റെപ്രസെൻറ്റിംഗ് വേരിയസ് കോമ്പിനേഷൻ ഓഫ് എനി 2 goods ഓഫ് എൻ ഇക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ് ഓർ ടെക്നോളജി. നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ, നമുക്ക് 2 ഇൻപുട്സ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട്സിന് നമ്മൾ ഏതിലാണ് പറഞ്ഞത്? PPC കർവിൽ അല്ലേ. Next, an investigation in economics concerned with it is rather than what ought to be. Ought to be അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്ന പോസിറ്റീവ് ഇക്കണോമിക്സ് അല്ലേ. നെക്സ്റ്റ്, an economic system in which basic problems are solved through planning. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഇക്കോണമി 3 ഉണ്ട്. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, മാർക്കറ്റ് ഇക്കോണമി ആൻഡ് ലാസ്റ്റ് വൺ പറഞ്ഞ മിക്സ്ഡ് ഇക്കോണമി. മാർക്കറ്റ് ഇക്കോണമിയിൽ പ്രൈസ് മെക്കാനിസം, മിക്സ്ഡ് ഇക്കോണമിയിൽ രണ്ടും കൂടെ. അതേസമയം നമ്മൾ സെൻട്രൽ പ്ലാൻഡ് ഇക്കോണമിയിൽ എന്താ ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ്. അപ്പോൾ പ്ലാനിങ് നടത്തുന്നത് എവിടെയാണ്? സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. അതിൻ്റെ ഒരു പേരും കൂടി പറഞ്ഞിട്ടുണ്ട്, സോഷ്യലിസം. ഓക്കെ. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്ലാസിഫൈ ദം അണ്ടർ 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. RBI ഫോർമുലേറ്റഡ് ന്യൂ മോണിറ്ററി പോളിസി. ആരെ എഫക്ട് ചെയ്യുന്ന? ഇക്കോണമിയെ കംപ്ലീറ്റ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? മാക്രോ ഇക്കണോമിക്സ്. നാഷണൽ ഇൻകം റെക്കോർഡഡ് ഹയസ്റ്റ്. നാഷണൽ ഇൻകം എവിടെയാണ് വരുന്നത്? മാക്രോ ഇക്കണോമിക്സ്. ശ്യാം പർച്ചേസ്ഡ് എ ന്യൂ മൊബൈൽ ഫോൺ. ശ്യാം എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്, ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. അപ്പോൾ എന്തിൽ വരും?
മൈക്രോയിൽ വരും. ഇൻഫ്ലേഷൻ അഡ്വേഴ്സ്ലി എഫക്ട്സ് ദ ഫിക്സ്ഡ് ഇൻകം ഓഫ് പീപ്പിൾ. ആൾക്കാരുടെ ഇൻകത്തിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഏത്? ഇൻഫ്ലേഷൻ ഏതിലാണ് വരുന്നത്? മാക്രോ എക്കണോമിക്സ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് എ ഫേം റിമെയിൻസ് കോൺസ്റ്റന്റ് ഈവൻ ഇഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഒരു ഫേമിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫേമിനെ പറ്റി സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അത് ഏതിൽ വരും? മൈക്രോ എക്കണോമിക്സിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. ആൻസേഴ്സ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ബിക്കോസ് നമുക്ക് 3 ചാപ്റ്റേഴ്സിൻ്റെ കവർ ചെയ്യാനുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ആൻസർ അറിയുന്നവരെന്ത് ചെയ്യുക? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തിടാം. ഇതിൽ പല ക്വസ്റ്റ്യൻസ് നമ്മൾ മോഡൽ എക്സാം ടൈമിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ഓരോ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന പോർഷൻസ് മാത്രം എടുത്ത് ഡിസ്കസ് ചെയ്താണ്. ഇപ്പോൾ ഓരോ ചാപ്റ്ററിൽ വരുന്ന കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ. അതിന് 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് ആയിട്ട് ഡിവൈഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ ഏരിയാസ് നോക്കുക. സെൻട്രൽ പ്രോബ്ലം ഓഫ് ഇക്കോണമി ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3 ഇക്കോണമിയിൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സിന് ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. PPC കർവ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, ആ നോട്ടിനകത്ത് ഈ പോയിന്റ്സ് അവിടെ എഴുതി വെക്കുക. ഏതൊക്കെ കോൺസെപ്റ്റ്സ് ചോദിച്ചു ആ കോൺസെപ്റ്റ് നല്ലപോലെ ഒന്ന് വായിച്ച് നോക്കാം. അതിൽ നിന്ന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഇതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന 8 വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിക്കുന്നത്, സപ്പോസ് എ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ആർ മൊണോട്ടോണിക് ആണ് കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് എങ്കിൽ ഈ തന്നിരിക്കുന്ന 3 ബണ്ടിൽ ആ കൺസ്യൂമർ എന്ത് പ്രിഫർ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയണം? മൊണോട്ടോണിക് പ്രിഫറൻസ്. അപ്പോൾ അവിടെ എഴുതി വെച്ചോ, ഏത് കോൺസെപ്റ്റാണ് നമുക്ക് അറിയേണ്ടത്? മൊണോട്ടോണിക് പ്രിഫറൻസ്. അപ്പോൾ അത് മൊണോട്ടോണിക് പ്രിഫറൻസ് എന്താണെന്നുള്ള ക്വസ്റ്റ്യനും കൂടി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ മൊണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൺസ്യൂമറിന് ബണ്ടിൽസ് കൊടുക്കുകയാണെങ്കിൽ ആ കൺസ്യൂമർ ഏത് സെലക്ട് ചെയ്യും? കൂടുതൽ യൂണിറ്റ്സ് ഉള്ള ബണ്ടിലേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാ കൂടുതൽ യൂണിറ്റ്സ് എവിടെയാണ് വന്നിരിക്കുന്നത്? 15-15ലാണോ, 10-12ലാണോ, 12-12ലാണോ? ഏതിലാണ് വന്നിരിക്കുന്നത്? യെസ്, 15-15ലാണ്. അപ്പോൾ ആ ബണ്ടിലാണ് എപ്പോഴും ഒരു മൊണോട്ടോണിക് പ്രിഫറൻസിലെ കൺസ്യൂമർ സെലക്ട് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഇൻ ഡ്രോയിങ് ആൻ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ബട്ട് വൺ ഓഫ് ദ ഫോളോയിങ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. ഒരു ഡിമാൻഡ് കർവ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് പറയുന്ന സമയത്ത് ഇതിൽ ഏതാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കേണ്ടത്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി അനുസരിച്ചാണല്ലോ നമ്മളെ ക്വാണ്ടിറ്റി മാറുന്നത്. പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉള്ള കാര്യം. ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇൻകവും പ്രൈസും ഒക്കെ എന്തിൽ വരുന്നുണ്ട്? ഡിമാൻഡിൽ വരുന്നുണ്ട്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കേണ്ടത്? പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ് ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ഔട്ട് ഇക്കണോമിക് ടേംസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്കണോമിക് ടേംസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലും വന്നിട്ടുണ്ട്. ബണ്ടിൽസ് ആർ ദാറ്റ് ആർ ഓൺ ഓർ ബിലോ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിൽ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ബഡ്ജറ്റിൽ നമ്മൾ കയ്യിലെ എമൗണ്ട് വെച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 2 കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ 2 കോമ്പിനേഷൻ ഓഫ് ഗുഡ്സിന് എന്ത് പേര് പറയും എന്നാണ് ചോദിക്കുന്നത്. ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ നമ്മൾ പേര് പറയുന്നത്? ബഡ്ജറ്റ് സെറ്റ് അല്ലേ. നെക്സ്റ്റ്, കൺസ്യൂമർ പ്രിഫർ ദ ബണ്ടിൽ വിച്ച് ഹാസ് മോർ ഓഫ് ഗുഡ്സ് കമ്പയർ. നമ്മൾ ഇപ്പം പറഞ്ഞേ ഉള്ളൂ അല്ലേ. ഏതാ വന്നിരിക്കുന്നത്? മൊണോട്ടോണിക് പ്രിഫറൻസ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷൻ. ഇപ്പോൾ ഇവിടെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവ് രണ്ടും ഗുഡ്സിൻ്റെ കോമ്പിനേഷൻ ആണ്. പക്ഷെ ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച്, അങ്ങനെ ആലോചിച്ച് നോക്കുക, ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ കയ്യിലെ പൈസക്കനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷൻ, അത് ബഡ്ജറ്റ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യും? ബഡ്ജറ്റ് ലൈനിൽ കാണിക്കും. ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ 2 ഗുഡ്സ് തന്നെ കാണിക്കുന്നത്, പക്ഷേ ഈ 2 ഗുഡ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷൻ ഇൻഡിഫറൻസ് കർവിൽ കാണിക്കും. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവിന് നമ്മൾ എന്താ പറയുക? കുറേ ഇൻഡിഫറൻസ് കർവ് നമുക്ക് വരക്കാം അല്ലേ. ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ ഒരു ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും. സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുമ്പോൾ അതിൻ്റെ പാരലലി അടുത്ത ഇൻഡിഫറൻസ് കർവ് വരും. അപ്പം അങ്ങനെ കുറേ ഇൻഡിഫറൻസ് കർവ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഇൻഡിഫറൻസ് മാപ്പ് എന്നായിരിക്കും. സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷോസ്. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ എന്താ ചെയ്തത്? 2 ഗുഡ്സിൻ്റെ ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? മാംഗോവും ആപ്പിളും വെച്ചിട്ട് അപ്പം ഒന്നിനു വേണ്ടി മറ്റേത് എത്ര നമ്മൾ സാക്രിഫൈസ് ആയി ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്നുവെച്ചാൽ 2 ഗുഡ്സ് വെച്ച് നമുക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അതിൽ ഒരു ഗുഡ് നമുക്ക് കോംപ്രമൈസ് ചെയ്തിട്ട് അതിന് പകരം വേറൊരു ഗുഡ്സ് എടുത്തിട്ട് അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. നമ്മളവിടെ എന്താ ചെയ്തത്?
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒരു ഗുഡ്സിന് പകരം മറ്റൊരു ഗുഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഏതാണ് ആ ലോ ഓർമ്മയുണ്ടോ? ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവിൽ സ്ലോപ്പ് ചെയ്യാനുള്ള റീസൺ പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഇൻകത്തിനും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണ്? ഇൻഫീരിയർ ഗുഡ്സ് എന്താണ്? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറെ നമുക്ക് ഓപ്ഷൻസ് ഇല്ലാത്തപ്പോൾ നമ്മൾ കഷ്ടപ്പാട് കൊണ്ട് വാങ്ങിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളത് വാങ്ങിക്കണം എന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ബസ്സിൻ്റെ കാര്യം നോക്കാം. നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമ്മൾ ബസ്സിൽ കയറി പോകും. അപ്പോൾ കാശുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാറ് വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിച്ച് അതിനകത്ത് പോകും. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻഫീരിയർ ഗുഡായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫീരിയർ ഗുഡ്സും നമ്മുടെ ഇൻകവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കും. നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അതിലേക്ക് പോകുന്നില്ല അല്ലേ? നമ്മൾ പിന്നെ എങ്ങോട്ട് പോകും? ബെറ്റർ ഓപ്ഷൻസിലേക്ക് പോകും. അപ്പോൾ ഇൻകം കൂടുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താ ചെയ്യുന്നത്? കുറയല്ലേ ചെയ്യുന്നത്? ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് അതിലുണ്ടോ? ഇല്ല. എന്താ വരുന്നത്? നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് നമുക്ക് ഇൻഫീരിയർ ഗുഡ്സിൽ ഇൻകവും അതുപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ നമ്മൾ ഈ ഇതിൽ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എഴുതി വെച്ചു. ഇൻഫീരിയർ ഗുഡ്സ് എന്താണ്, അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റൈസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫോൾ ഇൻ പ്രൈസ്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്താ പേര് പറയാം? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്നാണോ, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നാണോ, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നാണോ, ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നാണോ? എന്താ പറയുക നമ്മൾ? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് പറഞ്ഞാൽ നമ്മൾ ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റിനാണ് പറയുന്നത്. ഇത് നമ്മൾ പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ്. നെക്സ്റ്റ്, ഇഫ് ഡിമാൻഡ് ഫോൾ ഫ്രം 100 to 75, 100 to 75ലേക്ക് ഡിമാൻഡ് കുറഞ്ഞു. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? 10 to 15. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പോൾ ഇതിൽ പ്രൈസും ഡിമാൻഡും തന്നിട്ടുണ്ട്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി? പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പെർസെൻറ്റേജ് മെത്തേഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എഴുതി വെക്കേണ്ടത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ചേഞ്ച് ഇൻ പ്രൈസ്, പ്രൈസ്, ക്വാണ്ടിറ്റി, 4 കാര്യങ്ങൾ എഴുതി വെക്കുക. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി എങ്ങനെ എങ്ങോട്ടേക്ക് മാറി, ആ ഡിഫറൻസ്. 25 അല്ലേ വരുന്നത്? ചേഞ്ച് ഇൻ പ്രൈസ് എത്ര വരുന്നത്? 5 ആണ് വരുന്നത് അല്ലേ? ഇനി പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രൈസ് എത്ര? 10. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്വാണ്ടിറ്റി എവിടുന്ന? 100 to 75 പോയി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 100 ആണ്. ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഇൻറ്റു പ്രൈസ് ബൈ ക്വാണ്ടിറ്റി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് മീൻസ് 25/5 ഇൻറ്റു 10/100. നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 5/10. ദാറ്റ് മീൻസ് 0.5 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ഇക്വേഷൻ ഇതേപോലെ പഠിച്ചു വെക്കാം. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഇൻറ്റു പ്രൈസ് ബൈ ക്വാണ്ടിറ്റി. അടുത്ത് വരുമ്പോൾ ഓപ്പോസിറ്റാണ് വരുന്നതെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ചേഞ്ച് വരുന്ന സമയത്ത് ക്വാണ്ടിറ്റി മേലെ, അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസ് ഇൻ ക്വാണ്ടിറ്റി വരുമ്പോൾ ഏതാ മേലെ വരുന്നത്? പ്രൈസ് ആണ് മേലെ വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഇക്വേഷൻ ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് 2 marks 3 marks എവിടെ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ദ ഓഡ് വൺ. നമുക്ക് ഓഡ് വൺ പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ബ്രെഡ് ആൻഡ് ബട്ടർ. ഇങ്ങനെ പ്രോഡക്ട്സിൻ്റെ തന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് കോംപ്ലിമെൻ്ററി ഗുഡ്സ്, അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഈ 2 കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. കോംപ്ലിമെൻ്ററി പ്രോഡക്ട്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, കോംപ്ലിമെൻ്ററി സബ്സ്റ്റിറ്റ്യൂട്ട് ആലോചിക്കുമ്പോൾ നിങ്ങൾ എപ്പോൾ അയക്കേണ്ടത്? ടീ ആൻഡ് കോഫി. ടീ ആൻഡ് കോഫി എന്താ പ്രത്യേകത? ടീയുടെ വില കൂടിയാൽ നമുക്ക് വേണമെങ്കിൽ കോഫി കുടിക്കാം അല്ലേ? പകരം വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, കാറും പെട്രോളും. പെട്രോൾ ഇല്ലാതെ കാർ കിട്ടിയിട്ടും കാര്യമില്ല, കാറില്ലാതെ പെട്രോൾ കിട്ടിയിട്ടും കാര്യമില്ല അല്ലേ? രണ്ടും ഒരുമിച്ച് വേണം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ആലോചിക്കുക. അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് കുറച്ചുകൂടെ മനസ്സിലാവും. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇതിൽ ഓഡ് വൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതോ ഒന്ന് ഓഡ് വൺ ആണ്. ഒന്നുകിൽ എല്ലാം കോംപ്ലിമെൻ്ററി ആണ്, ഒന്ന് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, അല്ലെങ്കിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, ഒന്ന് മാത്രം കോംപ്ലിമെൻ്ററി ആണ്, അല്ലെങ്കിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, ഒന്നും പെടാത്തതാണ്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡും ബട്ടറും നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താ ഇത്? കോംപ്ലിമെൻ്ററി ആണ്. പെന്നും ഇങ്കും ഒരുമിച്ചല്ലേ പറ്റുള്ളൂ, അപ്പോൾ കോംപ്ലിമെൻ്ററി ആണ്. ബട്ടറും ജാമും എന്തെങ്കിലും ബന്ധമുണ്ടോ? ബട്ടറിന് പകരം ജാമ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ബട്ടറും ജാമും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടറും ജാമും നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാം, പക്ഷേ കോംപ്ലിമെൻ്ററി അല്ല. ടെന്നീസ് ബോൾ ആൻഡ് ടെന്നീസ് റാക്കറ്റ് ഒരുമിച്ച് കിട്ടിയിട്ട് കാര്യമുള്ളൂ അല്ലേ? അപ്പോൾ അത് കോംപ്ലിമെൻ്ററി ആണ്. എല്ലാം കോംപ്ലിമെൻ്ററി ആണ്. ഏതാ കോംപ്ലിമെൻ്ററി അല്ലാത്തത്? ബട്ടർ ആൻഡ് ജാം. അപ്പം നമ്മുടെ ഓഡ് വൺ ഏതാ പറഞ്ഞിരിക്കുന്നത്? ബട്ടർ ആൻഡ് ജാം ആണ് നമ്മുടെ ഓഡ് വൺ. ജസ്റ്റിഫൈയുടെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതെന്തുകൊണ്ടാണെന്നും കൂടി പറയണം. ബാക്കിയെല്ലാം കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ലോ ഓഫ് ഡിമാൻഡ് പറയാനാണ് പറഞ്ഞത്. ലോ ഓഫ് ഡിമാൻഡ് എന്താ പറഞ്ഞാൽ? അതർ തിങ്സ് റിമൈനിങ് ദ സെയിം ആസ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഫോൾസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്.
പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അത്രയും നമ്മളോട് ലോ ഓഫ് ഡിമാൻഡ് വൺ. ടെസ്റ്റ് ആപ്ലിക്കബിലിറ്റി ഓഫ് ലോ ഇൻ സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സ്. സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ലക്ഷറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ്. അപ്പോൾ ലക്ഷറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഐഫോൺ ഒക്കെ നമ്മൾ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കുന്ന സാധനങ്ങൾ അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും വില കൂടിയ വെഹിക്കിൾസ്, ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വില കുറയുമ്പോഴാണ്, വില കൂടുമ്പോഴാണ് ഡിമാൻഡ്. അതിൻ്റെ ആ വില കാരണമല്ലേ നമ്മൾ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അതിന് ഭയങ്കര വിലയാണ്. അപ്പോൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ കാശുകാരാണ് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഐഫോണിന് 10,000 കിട്ടി കഴിഞ്ഞാൽ അത് സ്റ്റാറ്റസ് സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ പേർപ്പസ് നമ്മൾ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാനാണെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ എന്താ പറ്റുന്നത്, അതിൻ്റെ ഡിമാൻഡ് കൂടും അല്ലേ. അപ്പോൾ ഈ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് വരുന്ന കാര്യങ്ങൾ അത് നമുക്ക് എന്താണ് പറഞ്ഞിരുന്നത്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എപ്പോഴാണ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഇത് എക്സെപ്ഷൻ ടു ലോ ഓഫ് ഡിമാൻഡാണ്. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുന്നതാണ്. പക്ഷേ ഇതിനെന്താ സംഭവിക്കുന്നത്, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കൂടും. ബിക്കോസ് അപ്പോഴേ നമുക്കത് സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കാണിക്കാൻ പറ്റുന്നുള്ളൂ. നെക്സ്റ്റ്, ഡിമാൻഡ് ഫംഗ്ഷൻ ഓഫ് എ കൊമോഡിറ്റീസ് Q ഈക്വൽ ടു 30 മൈനസ് 2P. നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ എഴുതുന്നില്ലേ, Q ഈക്വൽ ടു 30 മൈനസ് 2P. ഇതിൽ ഒരു ഇറ്റ് ഈസ് എ ഫ്രീ ഗുഡ്. ഫസ്റ്റ് നല്ലപോലെ വായിക്കുക, ഫ്രീ ഗുഡാണ്. ആ പ്രോഡക്റ്റ് ഫ്രീ ഗുഡ്സ് ആണെന്ന് പറഞ്ഞാൽ അതിന് കാശ് കൊടുക്കാതെ നമ്മൾ വാങ്ങിക്കുക. അപ്പം Q എത്ര ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം P നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സാധാരണ P ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ Q തന്ന് P കാണാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ നമ്മളോട് Pയും തന്നിട്ടില്ല Qയും തന്നിട്ടില്ല, നമ്മളോട് എന്താ പറഞ്ഞത്, ഫ്രീ ഗുഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം P എന്തായിരിക്കും, 0 ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, Q ഈക്വൽ ടു 30 മൈനസ് 2 ഇൻറ്റു 0. അപ്പം ഇത് ക്യാൻസൽ ആയിപ്പോയി. Q ഈക്വൽ ടു 30. ഓക്കെ. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഒന്നിക്കൽ നമ്മളോട് P തരും Q തരും, എന്നിട്ട് അതർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, രണ്ടും തന്നിട്ടില്ല, പകരം ഒരു ഹിന്റ് തന്നിട്ടുണ്ട്, ഫ്രീ ഗുഡാണ്. ഫ്രീ ഗുഡ് എന്ന് പറഞ്ഞാൽ അതിന് പൈസ ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ P ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചെയ്താൽ മതി. നെക്സ്റ്റ്, കൺസിഡർ ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് 10 മൈനസ് 3P. വാട്ട് ഈസ് ദ ഇലാസ്റ്റിസിറ്റി അറ്റ് പ്രൈസ് 2? പ്രൈസ് 2ലുള്ള ഇലാസ്റ്റിസിറ്റിയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൈസ് വെച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 10 മൈനസ് 3P എന്നുള്ളത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 10 മൈനസ് 3 ഇൻറ്റു 2, ദാറ്റ് മീൻസ് 10 മൈനസ് 6, ദാറ്റ് ഈക്വൽ ടു 4 അല്ലേ. അപ്പോൾ 4 ആണ് നമ്മുടെ ക്വാണ്ടിറ്റി, Q ഈക്വൽ ടു 4 ആണ്, P ഈക്വൽ ടു എത്ര വന്നിരിക്കുന്നത്, 2 ആണ് അല്ലേ. അപ്പോൾ നമ്മളോട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലേ കാണാൻ പറഞ്ഞാൽ. വട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി അറ്റ് പ്രൈസ് 2? പ്രൈസ് 2ൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്, ദാറ്റ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ എത്ര വരും, നമുക്ക് 2 ആണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്, യൂണിറ്ററി ഇലാസ്റ്റിക് അല്ല, ഇലാസ്റ്റിക് ഡിമാൻഡ്. 1 ആണെങ്കിൽ യൂണിറ്ററി ആണ്, 1ൻ്റെ മേലെ ആണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നെക്സ്റ്റ്, കമ്പയർ ദ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ആൻഡ് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. രണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ബഡ്ജറ്റ് ലൈനും അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ്. ബഡ്ജറ്റ് ലൈനിൽ എന്താ സംഭവിക്കുന്നത്, നമുക്കുള്ള പൈസ വെച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രണ്ട് കൊമോഡിറ്റിയുടെ കോമ്പിനേഷൻസ്. ഇൻഡിഫറൻസ് കർവിൽ എന്താ പറയുന്നത്, നമുക്ക് സെയിം സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷൻ. ഇപ്പോൾ രണ്ടിൻ്റെയും സ്ലോപ്പ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഒന്നിന് പകരം നമ്മൾ എത്രത്തോളം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷെ ഇത് എന്താ പറയുന്നത്, ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ പറയുന്ന സമയത്ത് ഏതാ പറയുന്നത്, പ്രൈസിൻ്റെ ബേസിലാണ് നമ്മൾ. അതേസമയം നമ്മുടെ ഇൻഡിഫറൻസ് കർവിൽ സാറ്റിസ്ഫാക്ഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും കേർവ് വരുന്നത് അല്ലെങ്കിൽ സ്ലോപ്പ് വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ബേസിലാണ്. പക്ഷേ ഇൻഡിഫറൻസ് കർവിലാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടാണ്. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ മാറാത്ത രീതിയിൽ എത്രത്തോളം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. മറ്റ് ബഡ്ജറ്റ് ലൈനിലാണെങ്കിൽ നമ്മുടെ ഈ പ്രൈസ് നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇത്ര പൈസയേ ഉള്ളൂ, ഈ പൈസ വെച്ച് നമുക്ക് എത്രത്തോളം ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് പ്രൈസാണ്, ഒന്ന് സാറ്റിസ്ഫാക്ഷനാണ്. നെക്സ്റ്റ്, സബ്സ്റ്റിറ്റ്യൂട്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻ്ററിയുടെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് ടീ ആൻഡ് കോഫി എന്താ പറഞ്ഞത്, സബ്സ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, ഒന്നിന് പകരം ഒന്ന് യൂസ് ചെയ്യാം. പെൻ ആൻഡ് ഇങ്ക്, പെന്നിന് പകരം ഇങ്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. പക്ഷെ രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാം, ദാറ്റ് മീൻസ് കോംപ്ലിമെൻ്ററി. ബ്രെഡ് ആൻഡ് ജാം നമുക്ക് ഏതിൽ വരും, കോംപ്ലിമെൻ്ററി. ബ്രെഡിന് പകരം നമുക്ക് ജാം യൂസ് ചെയ്യാം. സ്കൂട്ടർ ആൻഡ് പെട്രോൾ, സ്കൂട്ടറും പെട്രോളും നമുക്ക് ഒരുമിച്ച് കിട്ടണം, ദാറ്റ് മീൻസ് ഏതാണ്, കോംപ്ലിമെൻ്ററി ആണ്. ഷൂ ആൻഡ് ചപ്പൽ, നമുക്ക് ഷൂവിന് പകരം ചപ്പൽ യൂസ് ചെയ്യാം അല്ലേ, ദാറ്റ് മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്.
എയർപ്ലെയിൻ ആൻഡ് ട്രെയിൻ, എയർപ്ലെയിനിന് പകരം നമുക്ക് വേണമെങ്കിൽ ട്രെയിനിൽ പോകാം. സോ ഇറ്റ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് തന്നിട്ടുണ്ട്, പ്രൈസ് എവിടുന്ന് എങ്ങോട്ട് മാറി, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി എവിടുന്ന് എങ്ങോട്ട് മാറി എന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഈക്വൽ ഇൻറ്റു പ്രൈസ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ഇപ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എവിടുന്ന് എങ്ങോട്ട് മാറി, 80 100ലേക്ക് പോയി. ദാറ്റ് മീൻസ് എത്രയാണ് വന്നിരിക്കുന്നത്, 20 ആണ് വന്നിരിക്കുന്നത് അല്ലേ. പ്രൈസോ, പ്രൈസ് 8 6ലേക്ക്, അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഡിഫറൻസ് 2 ആണ്. ഇൻറ്റു പഴയ പ്രൈസ് എത്രയാ, 8 ആണ്. പഴയ ക്വാണ്ടിറ്റി എത്രയാ, 80 നമുക്ക് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര, 2 × 20 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160. 2 × 8 = 160. അപ്പോൾ എത്ര വരും, നമുക്ക് 1 ആണ് ആൻസർ വരുന്നത്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിറ്ററി ആണോ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ആണോ എന്നുള്ള ടൈപ്പ് ഓഫ് കമൻറ്റും കൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഡിമാൻഡ് കർവ് ഇസ് ജനറലി സ്ലോപ്പിംഗ് അപ്വേർഡ്. ഡിമാൻഡ് കർവ് അപ്വേർഡ് ആണോ പോകുന്നത്, അല്ല അല്ലേ. എങ്ങോട്ടാണ് പോകുന്നത്, ഡൗൺവേർഡ് ആണ് സ്ലോപ്പ് ചെയ്യുന്നത്. ഡിമാൻഡ് ഫോർ കോസ്മെറ്റിക്സ് ഈസ് ഇലാസ്റ്റിക്. കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില കൂടുമ്പോൾ നമുക്ക് നെസസറി ഗുഡ്സ് ഒന്നുമല്ല, വില കൂടുന്ന സമയത്ത് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ്. സോ കറക്റ്റ് ആണ്, ഇലാസ്റ്റിക് ആണ് അല്ലേ. ഇൻലാസ്റ്റിക് എപ്പോഴാണ് വരുന്നത്, നമുക്കത് മാറ്റാൻ പറ്റില്ല. പ്രൈസ് കൂടിയാലും നമുക്കത് പർച്ചേസ് ചെയ്തേ പറ്റുള്ളൂ. നെസസിറ്റീസ് വരും, ലൈഫ് സേവിങ് ഡ്രഗ്സ് വരും, പിന്നെ നമുക്ക് ഇൻകത്തിൽ കൂടുതൽ എഫക്റ്റ് ചെയ്യാത്ത ചെറിയ വിലയുള്ള സാധനങ്ങളാണെങ്കിൽ ചെറിയ ഡിഫറൻസ് വന്നാൽ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നില്ല, നമ്മൾ അതേ ക്വാണ്ടിറ്റി തന്നെ പർച്ചേസ് ചെയ്യും. യൂട്ടിലിറ്റീസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി അല്ലേ, കറക്റ്റ് അല്ലേ. നമ്മൾ ഒരു കമ്മോഡിറ്റി വെച്ച് നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി. സോ ആൻസർ കറക്റ്റ് ആണ്, ട്രൂ ആണ് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് യു മീൻ ബൈ ഇൻഫീരിയർ ഗുഡ്സ്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് ഇൻഫീരിയർ ഗുഡ്സ് എന്താ പറഞ്ഞത്, അതിൻ്റെ ഡിമാൻഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നു. ഇതിനാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാം. അതേപോലെ തന്നെ ഇൻഫീരിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഗുഡ്സ് എന്ന് വെച്ചാൽ അത്ര നമുക്ക്, ഫോർ എക്സാമ്പിൾ മാഗി ടൈപ്പ് ഓഫ് ഗുഡ്സ്, നമ്മുടെ കയ്യിൽ കാശില്ലാത്തപ്പോൾ നമ്മൾ മാഗി വാങ്ങിച്ച് വയ്ക്കും, കാശില്ലപ്പോൾ നമ്മൾ ബെറ്റർ പ്രോഡക്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൺസ്യൂമേഴ്സ് ഇൻകം ഹാസ് ഇൻകം ഓഫ് 100 ആണ് അയാളുടെ ഇൻകം. അത് വെച്ച് അയാൾക്ക് 2 പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യണം. അപ്പം നമ്മളോട് എന്താ പറഞ്ഞാൽ, ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് സെറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. 20 and 10 ആണ് ഓരോ പ്രോഡക്ട്സിൻ്റെയും എമൗണ്ട്. അതിൽ നമ്മളോട് ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈനാണ് പറഞ്ഞത്. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ, എപ്പോഴായി കഴിഞ്ഞാലും ഈ എം എന്ന് പറഞ്ഞ പ്രൈസ് വെച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റി കോമ്പിനേഷൻ ആണ്. അപ്പം എന്താ, P1 x1 + P2 x2 = m. എന്താ നമ്മുടെ ഇക്വേഷൻ, P1 x1 + P2 x2 = m. m വെച്ച് നമുക്ക് മാക്സിമം വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോൾ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഓഫ് ഫസ്റ്റ് കമ്മോഡിറ്റി 20 x1 + 10 x2 = m അല്ലേ. എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ഹൗ മച്ച് ഓഫ് ഗുഡ്സ് എക്സ് ക്യാൻ ബൈ ഇഫ് വി സ്പെൻഡ് എൻ്റർ ഇൻകം ഓൺ എക്സ്. നമ്മൾ എക്സ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ, വൈ വാങ്ങിക്കുന്നില്ല. അപ്പോൾ വൈ നമുക്ക് 0 ആയിട്ട് എടുക്കാം. 20 × 0 + 10 × x2. x2 അല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, സോറി എക്സ് ആൻഡ് വൈ ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ. സോ ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ. നമുക്ക് എക്സും വൈ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 20x + 10y = m. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ 20 × x വാങ്ങിക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ 10y വാങ്ങിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ m ആണ്. m എത്രയാണ്, നമുക്ക് എമൗണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ 100 ആണ്. അപ്പോൾ 20x = 100 ആണ്. x = 100 ഡിവൈഡഡ് ബൈ 20 എത്ര വരും നമുക്ക്, 2.5 അല്ലേ, സോറി 5 ആണ് വരുന്നത് അല്ലേ. 5 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. രണ്ടാമത്തെ നമ്മളോട് ഫുൾ എമൗണ്ടിൽ നമ്മൾ എക്സ് ആണ് വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വരും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ y ക്യാൻസൽ ചെയ്ത പോലെ എക്സ് ക്യാൻസൽ ചെയ്യുക സെയിം ഇക്വേഷനിൽ. നമ്മുടെ ഇക്വേഷൻ എന്താ, 20x + 10y = m പകരം 100. 20x നമ്മൾ വാങ്ങിക്കുന്നില്ല, 10y = 100, y = 100 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് = 10 അല്ലേ. അപ്പോൾ 10 യൂണിറ്റ്സ് ആണ് വൈ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ആകെ അറിയേണ്ടത് ഈ ഇക്വേഷൻ ആണ്. P1 x1 + P2 x2 = m എന്നുള്ള ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി.
നെക്സ്റ്റ് ഓരോ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ജസ്റ്റിഫൈ ചെയ്യുക, റീസണും പറയണം. നമുക്ക് തന്നിരിക്കുന്ന ഗുഡ്സ് ഇതൊക്കെയാണ്. റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നെസസറി എന്തെങ്കിലും ആണോ, ലൈഫ് സേവിങ് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ, ഇനി ഇത് നമുക്ക് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യാത്ത കാര്യമാണോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് നമുക്ക് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. റൈസ് എന്ന് പറയുന്നത് നമുക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട സാധനങ്ങളാണ്, അപ്പം ഇൻഇലാസ്റ്റിക് ആണ്. സോൾട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, വലിയ പ്രൈസ് നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത കാര്യമാണ്, ഇൻഇലാസ്റ്റിക് ആണ്. കാറിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നമുക്കത് പോസ്റ്റ്പോൺ ചെയ്യാം, നമുക്ക് അത്യാവശ്യമുള്ള സാധനമല്ല അല്ലേ, അപ്പോൾ ഇലാസ്റ്റിക് ആണ്. പ്രൈസിനനുസരിച്ചിട്ട് അതിൻ്റെ ഡിമാൻഡ് കൂടുകയും കുറയും ചെയ്യും. ലൈഫ് സേവിങ് ഡ്രഗ്സ് ആണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അത് വാങ്ങിച്ചേ പറ്റുള്ളൂ. പ്രൈസ് കൂടിയാലും നമ്മൾ അതിൻ്റെ ഡിമാൻഡിൽ വ്യത്യാസം വരുന്നില്ല. കമ്പ്യൂട്ടർ വേണമെങ്കിൽ നമുക്ക് പിന്നെ വാങ്ങിക്കാൻ പറ്റും, എസെൻഷ്യൽ ആയിട്ട് വേണ്ട സാധനമല്ല, സോ ഇലാസ്റ്റിക് ആണ്. നെക്സ്റ്റ് ഇലക്ട്രിസിറ്റിയുടെ കേസിൽ നമുക്ക് വരുന്ന എന്താ, ഈ പറഞ്ഞതൊന്നുമല്ല, നമുക്ക് എസെൻഷ്യലും ആണ്, പ്ലസ് നമുക്ക് എന്താണ്, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഇലക്ട്രിസിറ്റി വാങ്ങിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി തന്നെ വേണം. ഇലക്ട്രിസിറ്റി വില കൂടിയെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ, സോ നോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് അതും ഇൻഇലാസ്റ്റിക് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ഏരിയാസ് നിങ്ങൾ കവർ ചെയ്ത് പോകണം സെക്കൻഡ് ചാപ്റ്ററിനകത്ത്. അത് നിങ്ങൾ ആലോചിക്കേണ്ടത് സെക്കൻഡ് ചാപ്റ്ററിൽ ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്ത് പോകണം. ഇനി തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, അതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെൻ എ ഫേം ഇൻക്രീസ് നമ്പർ ഓഫ് ലേബർ ഫ്രം 10 to 11, അവിടെ 10 വർക്കേഴ്സാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, 11 ആളായി മാറി. കീപ്പിംഗ് ദ ക്യാപിറ്റൽ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ആരെ മാത്രമേ നമ്മൾ മാറ്റിയത്, ലേബററിനെ മാറ്റി, ക്യാപിറ്റൽ ഫിക്സ്ഡ് ആണ്. ടോട്ടൽ പ്രോഡക്റ്റ് 120 130 ആയി മാറി. അപ്പോൾ ക്യാപിറ്റൽ മാറ്റിയില്ല, ലേബറിനെ മാത്രം മാറ്റി. അപ്പോൾ അത് ഏതാണ്, ഷോർട്ട് റൺ ആണോ ലോങ് റൺ ആണോ? ലോങ് റൺ ആണെങ്കിൽ എല്ലാ ഇൻപുട്സും നമുക്ക് വേരിയേറ്റ് ചെയ്യാം. ഇവിടെ എന്ത് മാത്രം വേരിയേറ്റ് ചെയ്തേ, ലേബർ മാത്രം. സോ ഷോർട്ട് റൺ പീരീഡ് ആണ്. ഷോർട്ട് റൺ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്തു, ലേബറേഴ്സിനെ ഒരാളെ കൂടുതൽ എംപ്ലോയ് ചെയ്തപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഇതിൽ നമ്മളോട് താഴെ തന്നിരിക്കുന്ന കമൻസ് തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. ദ ടോട്ടൽ പ്രൊഡക്റ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് കുറയാണ് ചെയ്തത്, 120 എങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്, 130. അപ്പോൾ അത് ഫോൾസ് അല്ലേ? അല്ല അല്ലേ. ദിസ് ഈസ് എ ലോങ് റൺ പ്രൊഡക്ഷൻ. ലോങ് റൺ ആണെങ്കിൽ എല്ലാം വേരിയേറ്റ് ചെയ്യണ്ടേ, ഇവിടെ ലോങ് റൺ അല്ല. ആവറേജ് പ്രോഡക്റ്റ് ഈസ് റൈസിങ്. ആവറേജ് പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്തോ, 120 ആണ് നമ്മൾ 10 ഉള്ളപ്പം, ഇപ്പം 12 ആയിരുന്നു, 11 ആയപ്പോൾ 130 ആയി എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഡക്റ്റ് വലിയ ഇൻക്രീസ് ഒന്നും ചെയ്തിട്ടില്ല. 10 ഈസ് ദ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ഇൻക്രീസ്ഡ് യൂണിറ്റ് ഓഫ് ലേബർ അല്ലേ. ഒരു ലേബർ ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്കുണ്ടായ എക്സ്ട്രാ പ്രൊഡക്ഷൻ എത്രയാണ്, 10 ആണ് അല്ലേ. സോ 10, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്, 10 ആണ് മാർജിനൽ പ്രോഡക്റ്റ്. നെക്സ്റ്റ് സ്ലോപ്പ് ഓഫ് ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ 2 ഇൻപുട്ട് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന മാക്സിമം ഔട്ട്പുട്ടാണ് ഉണ്ടാക്കുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിനാണ് ഐസോകോണ്ട് എന്ന് പറഞ്ഞത്. ഐസോകോണ്ടിൽ നമ്മൾ എന്താ, എല്ലാത്തിൻ്റെ മിക്കവാറും സ്ലോപ്പ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. ഒരു യൂണിറ്റ് ലേബറിന് പകരം എത്ര നമുക്ക് ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിൽ എന്താണ്, ഡിമിനിഷൻ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്കിതിൽ വരുന്നത്. വെൻ മാർജിൻ പ്രോഡക്റ്റ് ബിക്കംസ് 0, മാർജിൻ പ്രോഡക്റ്റ് 0 ആകുന്ന സമയത്ത് ടോട്ടൽ പ്രോഡക്റ്റിന് എന്താ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ മാർജിൻ പ്രോഡക്റ്റ് 0 ആകുന്ന സമയത്ത് നമുക്കറിയാം ടോട്ടൽ പ്രോഡക്റ്റ് നമ്മൾ ഇങ്ങനെ പോയി ടോട്ടൽ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തിട്ട് ഒരു ഫിക്സഡ് ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്തായിരിക്കും നമ്മുടെ മാർജിൻ പ്രോഡക്റ്റ് 0 വന്നത്. ബിക്കോസ് അവിടെ നമുക്ക് ഇവിടെ 20 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ 20 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. മാർജിൻ പ്രോഡക്റ്റ് ഉണ്ടോ, കോൺസ്റ്റൻ്റ് ആയി നിന്ന് കഴിഞ്ഞാൽ മാർജിൻ പ്രോഡക്റ്റിൽ. അപ്പം ടോട്ടൽ പ്രോഡക്റ്റ് നമുക്ക് മാക്സിമം ആയിട്ട് കോൺസ്റ്റൻ്റ് നിൽക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്, മാർജിൻ പ്രോഡക്റ്റ് 0 ആവുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് യു ഷേപ്ഡ് അല്ലാത്ത ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ മാർജിൻ കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഒക്കെ യു ഷേപ്ഡ് ആണ്. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മളെല്ലാം കൂടി ഒരുമിച്ചൊരു ഇതിനകത്ത് പ്രിപ്പയർ ചെയ്ത് ഓർമ്മയുണ്ടോ. മാർജിൻ കോസ്റ്റ് ലൈന് ആദ്യം താഴേന്ന് വന്ന് മേലേക്ക് പോവും, അതേസമയം ഇത് നമുക്ക് ആവറേജ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും. ഇത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മേലെ ഇതേപോലെ തന്നെ ആവറേജ് കോസ്റ്റ് ലൈൻ ഉണ്ടാവും. ഇതായിരിക്കും മാർജിനൽ കോസ്റ്റ് ലൈൻ വരുന്നത്. ഈ രീതിയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്, എല്ലാം യു ഷേപ്ഡ് ആണ്. പക്ഷേ ഫിക്സ്ഡ് കോസ്റ്റ് ലൈന് യു ഷേപ്ഡ് അല്ല അല്ലേ. ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ലൈൻ നമുക്ക് യു ഷേപ്ഡ് അല്ല. സോ ആൻസർ ഈസ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ലൈൻ. വെൻ ആവറേജ് കോസ്റ്റ് ഈസ് മിനിമം, ആവറേജ് കോസ്റ്റ് മിനിമം ആയിരിക്കുന്ന സമയത്ത്, നമ്മൾ ആവറേജ് കോസ്റ്റ് കണ്ടു, ആവറേജ് കോസ്റ്റ് മിനിമം ആയിരിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്, ഈ പോയിന്റിലായിരിക്കും നമ്മൾ മാർജിൻ കോസ്റ്റ് ലൈന് കട്ട് ചെയ്ത് പോകുന്നത്. ഇവിടെ അല്ല, ഇവിടെയാണ് കട്ട് ചെയ്ത് പോകേണ്ടത്. ഇത് വരച്ചപ്പോൾ ഇങ്ങനെ വരച്ചാണ്, ഇവിടെയാണ് കട്ട് ചെയ്ത് പോവുക. ആവറേജ് കോസ്റ്റ് ലൈന് മിനിമം ആയിരിക്കുന്ന സമയത്ത് മാർജിൻ കോസ്റ്റ് ലൈൻ അതിലെ കൂടി കട്ട് ചെയ്ത് പോകും. സോ ആൻസർ ഈസ് മാർജിൻ കോസ്റ്റ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ഫൈൻഡ് ദ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് ഓഫ് എ ഫേം with 0 units of labor and 10 units of capital when production function is
Q equal to 5L plus 2K. L എന്ന് പറഞ്ഞ ലേബർ, K എന്ന് പറഞ്ഞ ക്യാപിറ്റൽ. അതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് എന്താണ്? Q ആണ്. അപ്പോൾ Q കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ലേബർ 0 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. Q equal to 5L plus 2K. L എത്രയാണ് നമ്മളോട് പറഞ്ഞു? 5 into 0 ആണ്, 2 into 10 ആണ്. അപ്പോൾ എത്ര നമുക്ക് വരും? 2 into 10 equal to, ഇത് ക്യാൻസലായി, 2 into 10 equal to 20 അല്ലേ? അപ്പോൾ ഇങ്ങനെ ആൻസർ. ഇക്വേഷൻ തന്ന ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുള്ളൂ. നെക്സ്റ്റ്, ഇൻ ദ ലോങ് റൺ ഓൾ കോസ്റ്റ് ആർ വേരിയബിൾ. അഗ്രി ചെയ്യുന്നുണ്ടോ? കറക്റ്റ് അല്ലേ? ഷോർട്ട് റണ്ണിൽ നമുക്ക് ഒരു ഇൻപുട്ട് മാത്രമേ വേരിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബട്ട് ലോങ് റണ്ണിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ഇൻപുട്സും വേരിയേറ്റ് ചെയ്യാം. അത് കറക്റ്റ് ആണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്തുകൊണ്ടാണ്? ഷോർട്ട് റൺ ഒരു ഷോർട്ട് പീരീഡ് ആണ്. ലോങ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റൺ ഇസ് എ പീരീഡ് വേർ വി ഹാവ് സഫിഷ്യൻറ്റ് ടൈം ടു ചേഞ്ച് ബോത്ത് ഇൻപുട്സ്. രണ്ട് ഇൻപുട്സും മാറ്റാനുള്ള സഫിഷ്യൻറ്റ് ടൈമുള്ള ഒരു പീരീഡിനാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ലോങ് റൺ. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്? സഫിഷ്യൻറ്റ് ടൈം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യാം? എഗ്രി ചെയ്യാം, വേരിയേറ്റ് ചെയ്യാൻ പറ്റും. ആവറേജ് വേരിയബിൾ കോസ്റ്റ് curve is U-shaped. Explains the reason for U-shape of average variable cost. Also show a diagram to clarify your point. Average variable cost നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈ രീതിയിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഫോളോ ചെയ്ത് പോയി ഒരു പോയിന്റ് കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഏതിലാണ് ഇത് വരുന്നത്? നമുക്ക് ഷോർട്ട് റണ്ണിലാണ് അല്ലേ? ഇപ്പോൾ ഷോർട്ട് റണ്ണിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ട് റൺ മാർജിൻ കോസ്റ്റും ആവറേജ് കോസ്റ്റ് ലൈനും രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? യു ഷേപ്ഡ് ആണ്. പക്ഷേ മാർജിൻ കോസ്റ്റ് ലൈൻ എന്ത് ചെയ്യും? താഴേന്ന് വന്നിട്ട് ഇതിൻ്റെ മിനിമം വരുന്ന പോയിന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മേലേക്ക് പോകും. ഇത് ആവറേജ് കോസ്റ്റ് ലൈൻ ആണെങ്കിൽ ഇത് മാർജിനൽ കോസ്റ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. മാർജിനൽ കോസ്റ്റിൽ ആവറേജ് മാർജിനൽ കോസ്റ്റ് ആണ് വരുന്നത്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ആണ്, ഇത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് അതേപോലെ പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് കട്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഈ ഗ്രാഫ് എന്ത് ചെയ്യുക? അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കാം. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് എ ഫേം ഇസ് 2000. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്, എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തന്നിട്ടുണ്ട്. നമ്മുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി അല്ലേ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി. പിന്നെ കാണാൻ പറഞ്ഞ ആവറേജ് കോസ്റ്റ് ഓഫ് എ ഫേം. ആവറേജ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആവറേജ് കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 3000 ആണ്. ഡയറക്റ്റ്ലി നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 3000 ഡിവൈഡ് ബൈ 20 എത്ര വരും? നമുക്ക് 150 വരും. എന്ന് നമ്മളോട് കാണാൻ പറഞ്ഞത് ആവറേജ് കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി ആണ്. ടോട്ടൽ കോസ്റ്റ് തന്നിട്ടില്ല. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു എന്താ? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. 2000 തന്നിട്ടുണ്ട്, 3000 തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 5000 ആണ്. 5000 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് 250. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ്ലി ഒന്നുകിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ടേബിളിനകത്ത് ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ വേരിയബിൾ കോസ്റ്റ് കോളം തന്നിട്ടുണ്ടാവും, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കോളം തന്നിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കോളം ഫില്ല് ചെയ്യണം, മാർജിനൽ കോസ്റ്റ് ഫില്ല് ചെയ്യണം. അങ്ങനെ ഫില്ല് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ടേബിൾ വെച്ചിട്ട് തരാം, അല്ലെങ്കിൽ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ക്യാൻ ദർ ബി സം ഫിക്സ്ഡ് കോസ്റ്റ് ഇൻ ലോങ് റൺ? ലോങ് റണ്ണിൽ എല്ലാ യൂണിറ്റ്സും വേരിയേറ്റ് ചെയ്യുന്നു. ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടോ? ഇല്ല അല്ലേ? ബോത്ത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ആവറേജ് ആൻഡ് മാർജിനൽ കോസ്റ്റ് കർവ് ആർ യു ഷേപ്ഡ്, ബട്ട് റീസൺ ഫോർ യു ഷേപ്പ് ആർ നോട്ട് സെയിം. അപ്പം എന്തുകൊണ്ടാണ് യു ഷേപ്പിൻ്റെ റീസൺ ആണ് ചോദിക്കുന്നത്? നമുക്കറിയാം ഷോർട്ട് റണ്ണിൽ ലോങ് റണ്ണിൽ മാർജിനൽ കോസ്റ്റ് കർവ് യു ഷേപ്പ് തന്നെയാണ്. പക്ഷേ ലോങ് റണ്ണിലാണ് റിട്ടേൺ ടു സ്കെയിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇങ്ങനെയാണ് യു ഷേപ്ഡിലാണ് പോകുന്നത്. ഇവിടെ ഇൻക്രീസിങ് റിട്ടേൺ, കോൺസ്റ്റന്റ് റിട്ടേൺ, ഡിക്രീസിങ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ രീതിയിൽ കർവ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക? ഷോർട്ട് റണ്ണിൽ വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് അതിൻ്റെ റീസൺ. വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പുതിയ യൂണിറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് ഡിക്രീസ് ചെയ്ത് പോകും അല്ലേ? ഒരു ഇൻപുട്ട് ഫിക്സ്ഡും വേറൊരു ഇൻപുട്ട് വേരിയേറ്റ് ചെയ്തും കൊണ്ട് നമ്മൾ ഇപ്പം ലാൻഡിനകത്ത് നമ്മൾ ലാൻഡ് ഫിക്സ്ഡ് ആയിട്ട് വെച്ച് ലേബറേഴ്സിനെ മാത്രം ഇൻക്രീസ് ചെയ്തു. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ലേബറേഴ്സിനെ ഇൻക്രീസ് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ? ആ ലാൻഡിനകത്ത് ആവശ്യമുള്ള ലേബറേഴ്സിനെ മതി. അതിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്താൽ നമ്മളെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യില്ല, പ്രൊഡക്ഷൻ ചിലപ്പം ഡിക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഈ റീസൺ ആണ് നമ്മളെ ഷോർട്ട് റണ്ണിൽ യു ഷേപ്പ് ആവാനുള്ള കാരണം. ഇനി ഫിക്സ്ഡ് കോസ്റ്റിലേക്ക് ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. വേജസ് ഓഫ് ടെമ്പററി വർക്കേഴ്സ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ കൊടുക്കേണ്ട
കോസ്റ്റ് ആണ് ഫിക്സ്ഡ് കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ മന്ത്ലി ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കേണ്ട എമൗണ്ട്. ടെമ്പററി വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം കൊടുത്താൽ മതി അല്ലേ. സോ വേരിയബിൾ കോസ്റ്റ് ആണ്. റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ഉള്ളപ്പോൾ മാത്രമേ വരുള്ളൂ, അത് മാറിക്കൊണ്ടിരിക്കില്ലേ വേരിയബിൾ കോസ്റ്റ്. നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ വരും. പെർമനന്റ് സ്റ്റാഫിന് നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും സാലറി കൊടുത്തുകൊണ്ടിരിക്കണം. സോ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും ഒരേ എമൗണ്ട് ആണ് വരുന്നത് അല്ല, അതെന്താണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. പ്ലാന്റിന്റെ കോസ്റ്റ്, നമ്മൾ പ്ലാന്റിന് കൊടുക്കുന്ന ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്. സോ പ്ലാന്റിന്റെ കോസ്റ്റ് എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. പിന്നെ എക്വയറിംഗ് ലാൻഡും കൂടി തന്നിട്ടുണ്ട്, ലാൻഡ് വാങ്ങിക്കാൻ വന്ന കോസ്റ്റ് ഒക്കെ ഫിക്സ്ഡ് കോസ്റ്റിനകത്താണ് വരുന്നത്. വാട്ട് യു മീൻ ബൈ ഐസോകോണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 2 കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ്, അത് വെച്ചിട്ട് നമുക്ക് മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് 2 കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ ഇതുപോലെ വരുന്നുണ്ട്, PPC വരുന്നുണ്ട്, ബഡ്ജറ്റ് സെറ്റ് വരുന്നുണ്ട് അല്ലേ, ഐസോകോണ്ട് വരുന്നുണ്ട്, ഇൻഡിഫറൻസ് വരുന്നുണ്ട്. ഇതൊന്നും മാറിപ്പോരുത്. PPCയിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ഐസോകോണ്ട് പോലെ തന്നെ ബഡ്ജറ്റ് സെറ്റിൽ നമ്മൾ മണി വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മളെ കയ്യിലെ പൈസ വെച്ചിട്ട് എത്ര നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഐസോകോണ്ടിൽ എന്താ, എത്ര ഇൻപുട്ട് വെച്ചിട്ട് എത്ര ഔട്ട്പുട്ട് വരും. ഇൻഡിഫറൻസ് കർവിൽ എന്താ പറയുന്നത്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ സെയിം ആവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് 2 പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ മനസ്സിലാക്കി വെക്കുക. എല്ലാം സിമിലർ തന്നെയാണ്, എല്ലാത്തിലും നമ്മുടെ സ്ലോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ റീസൺ എന്താണ്, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് റീസൺ വരുന്നത്. റിട്ടേൺസ് ടു ഫാക്ടർ ആൻഡ് റിട്ടേൺസ് ടു സ്കെയിൽ തമ്മിലുള്ള ഡിഫറൻസ്. റിട്ടേൺ ടു സ്കെയിൽ നമുക്കറിയാം, ലോങ് റണ്ണിൽ വന്നിരിക്കുന്ന നമ്മുടെ ഇൻപുട്ട് എത്ര കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് എത്ര ഔട്ട്പുട്ട് വരുന്നുണ്ട്. റിട്ടേൺ ടു സ്കെയിൽ ഓർമ്മയുണ്ടോ, നമ്മളിപ്പോൾ 100% ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തു, അതിനനുസരിച്ച് 100% ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. 100% ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് 90% ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. 100% ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് 200% ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇതാണ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് ഏതിലാണ് വരുന്നത്, ലോങ് റണ്ണിലാണ് വരുന്നത്, ഷോർട്ട് റണ്ണിലല്ല. എല്ലാ ഫാക്ടേഴ്സും ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിട്ടേൺസ് ടു സ്കെയിൽ വരുന്നത്. ഇനി റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എഫക്ട്സ് ഓൺ ഔട്ട്പുട്ട് ഇൻ ചേഞ്ച് ഓഫ് 1 ഇൻപുട്ട്. ഒരു ഇൻപുട്ട് മാറുമ്പോൾ നമുക്ക് എത്രയാണ് ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ച് എന്നാണ് ചോദിക്കുന്നത്. ഇത് ഏതിലാണ് വരാം, അപ്പോൾ ഷോർട്ട് റണ്ണിലാണ്. ഓക്കെ, ഈ രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി കൊടുത്താൽ മതി. നെക്സ്റ്റ് ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ കോസ്റ്റ് നെവർ ബിക്കം 0. കറക്റ്റ് അല്ലേ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും ഉണ്ടാവും, സോ കറക്റ്റ് ആണ്. ആവറേജ് കോസ്റ്റ് സം ടോട്ടൽ ഓഫ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. കറക്റ്റ് അല്ലേ. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് എന്താ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി. ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് കോസ്റ്റ് കിട്ടും. വെൻ ആവറേജ് കോസ്റ്റ് റൈസസ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ആർ ഈക്വൽ. അല്ല അല്ലേ, എപ്പോഴാണ് ആവറേജ് കോസ്റ്റ് മിനിമത്തിൽ ഇരിക്കുമ്പോഴാണ് രണ്ടും ഈക്വൽ ആവുന്നത്, അപ്പോൾ ഫോൾസ് ആണ്. റിയൽ കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് ഇൻ മണി ടേംസ്. മണി ടേംസ് ആവണമെന്നില്ല, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, സോ ഫോൾസ് ആണ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കർവ് ഇസ് യു ഷേപ്പ്. യു ഷേപ്പ് അല്ലാത്ത ഒരേ ഒരു കർവ് ഏതേ ഉള്ളൂ, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കർവ്, കോസ്റ്റിന്റെ കേസിൽ പറയുമ്പോൾ. സോ ദാറ്റ് ഇസ് ഫോൾസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 3 ചാപ്റ്ററിന് വെച്ചാൽ ഫസ്റ്റ് ടേമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ചാപ്റ്ററായ കൺസ്യൂമർ ബിഹേവിയർ പ്ലസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. സ്റ്റിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതിന് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കാം. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺസെപ്റ്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് അതേപോലെ ബൈ ഹാർട്ട് പഠിക്കല്ല. ഓരോ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് കോൺസെപ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് നോക്കാം. ആ കോൺസെപ്റ്റ് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതിൽ നിന്നൊക്കെ ഈ ചാപ്റ്റർ നോക്കിയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ടേം 2 വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ടേം 2യുടെ റിവിഷൻ ചെയ്യാം, അതേപോലെ തന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.